വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ വായനഭാഗം 1 ദിനവൃത്താന്തം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 49 അധ്യായം 16 വാക്യം. ഇതാ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ശമൂവേലിൻ്റെയും രാജാക്കന്മാരുടെയും പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളുടെ വ്യത്യസ്തമായ വീക്ഷണത്തിലുള്ള ആവർത്തനം തന്നെയാണ് ദിനവൃത്താന്ത പുസ്തകങ്ങളുടെ ഉള്ളടക്കം. എന്നാൽ ഇന്നത്തെ വായന ഭാഗത്ത് പ്രധാനമായും വംശാവലിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് വായിക്കുവാൻ പ്രയാസമേറിയ പേരുകൾ മാത്രമാണെന്ന് തോന്നാമെങ്കിലും ആഴമേറിയ ആത്മീയ സത്യങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവ എന്താണ് എന്ന് ഇന്നത്തെ ദിവസം നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ദൈവിക വാഗ്ദത്തം മാറ്റം വരാത്തതാണ്. ആദാം എന്ന പേരിൽ ഈ അധ്യായം ആരംഭിക്കുമ്പോൾ അത് മാനവരാശിയുടെ ഉത്ഭവത്തെ തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ആദാം മുതൽ അബ്രഹാം വരെയുള്ള ചരിത്രം ഇവിടെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിവരിക്കുമ്പോൾ ദൈവം ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നുവെന്നും എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് നാം മനസ്സിലാക്കുകയും ഇവരിലെല്ലാം ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറ്റിയിട്ടുണ്ട് എന്നും നാം വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇവിടെ 2-3 അധ്യായങ്ങൾ ഇസ്രായേൽ മക്കളെയും പ്രത്യേകിച്ച് യഹൂദ ഗോത്രത്തെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല രാജകീയ വംശാവലിയും നാം ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ശലോമോൻ മുതൽ ബാബേൽ പ്രവാസത്തിനു ശേഷമുള്ള സെരുബ്ബാബേൽ വരെയുള്ള പേരുകൾ നാം ഈ അധ്യായങ്ങളിൽ കാണുന്നു. ഇവിടെ ഇസ്രായേൽ ജനം പാപം ചെയ്യുകയും അതിലൂടെ പ്രവാസത്തിലേക്ക് പോകുകയും ചെയ്തു എങ്കിലും ദാവീദിന് ദൈവം നൽകിയ വാഗ്ദത്തം ദൈവം ഓർക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ദൈവം പറയുന്നത് ഇത്രമാത്രം: നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും എന്നുള്ളത്. ആ ഒരു കാര്യം ഇവിടെ ദൈവം മറക്കുന്നതായിട്ട് നാം കാണുന്നില്ല. അതിനാൽ നാമും ഓർക്കുക, ദൈവിക വാഗ്ദത്തം എന്നത് ഒരിക്കലും മാറ്റം വരാത്തതാണ്. രണ്ടാമതായിട്ട്, ദൈവത്തിന് ഏവരും വിലയേറിയവരാണ്. ഈ അധ്യായങ്ങളിൽ നാം കാണുന്ന പല പേരുകളും വേദപുസ്തകത്തിൽ മറ്റു ഭാഗങ്ങളിലൊന്നും നാം കാണുന്നില്ല. എന്നാൽ ദൈവം അവരെയും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ നമ്മെ മറന്നേക്കാം, സമൂഹം ഒരുപക്ഷെ നമ്മെ മാറ്റി നിർത്തിയേക്കാം, ലോകം തന്നെ ഒരുപക്ഷെ നമ്മെ മറന്നേക്കാം. എങ്കിലും നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്. അതാണ് നാം കുറിവാക്യത്തിൽ കേട്ടത്: ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന്. ഈ ദൈവം നമ്മെ ഓരോരുത്തരെയും സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നു. കാരണം നാം അവന് ഏറെ വിലപ്പെട്ടവരാണ്. അതിനാൽ നാം ആരാണെന്നതിനേക്കാൾ പ്രധാനം നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്നതിനാണ്. അതിനാൽ ഈ പേരുകൾ വെറും പേരുകളല്ല, മറിച്ച് ദൈവത്തിന് മാനവകുലത്തോടുള്ള വിശ്വസ്തതയുടെയും കരുതലിൻ്റെയും സാക്ഷ്യമാണ്. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ കരങ്ങളിൽ എൻ്റെയും നിങ്ങളുടെയും പേരുണ്ടോ എന്ന് നാം ചിന്തിക്കുക. നമ്മുടെ പേരും ദൈവം ഓർത്തിരിക്കത്തക്ക വിധമാകട്ടെ നമ്മുടെ ജീവിതവും. അതിന് തമ്പുരാൻ നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഇടയാക്കിയതിന് നന്ദി പറയുന്നു. ദൈവിക പദ്ധതിയുമായി ചേർന്ന് നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ പേരുകളും ഓർക്കുകയും ഞങ്ങളെ കരുണയോടെ കടാക്ഷിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. ആമേൻ.